അനിൽ, സുനിൽ, സുശീലും അമ്മയുടെ കൂടെ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാനായി കാത്തിരിക്കുകയായിരുന്നു. സുധാ, എന്തുപറ്റി? എത്ര നേരമായി ഞങ്ങളിവിടെ പാത്രമൊക്കെ തുറന്നു വെച്ചിരിക്കുന്നേ? എന്താ ഇതുവരെ ഭക്ഷണം റെഡിയായില്ലേ? ഞാൻ പോയി നോക്കാം മൂന്നു എന്ത് ചെയ്യാന്ന്. അയ്യോ, കൊണ്ടുവരികയാണ് ഉരുളക്കിഴങ്ങ് കറി. ആഹാ, കറിയുടെ മണമിങ്ങ് എത്തിയല്ലോ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ല. മോളെ, ഇന്നെന്താ ഇത്ര വൈകി പോയത്? നിങ്ങള് മൂന്നുപേര് അടുക്കളയിൽ ജോലി ചെയ്യാനില്ലേ? എന്നിട്ടും ഇത്ര വൈകിയെന്താ? അതമ്മ, ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങിന് മധുരമുള്ള ഉരുളക്കിഴങ്ങ് തന്നാ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ലല്ലോ. പിന്നെ വിചാരിച്ചു പച്ചയില വെച്ച് കറി ഉണ്ടാക്കാമെന്ന്. പിന്നെ ഈ വീട്ടിലെ ഇലക്കറി ഇവര് കഴിക്കില്ലല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. ഇലക്കറിയെന്ന് കേട്ടാലേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല. എനിക്ക് ഉരുളക്കിഴങ്ങാണ് ഇഷ്ടം. ഞാൻ ഇലക്കറി ഒരിക്കലും കഴിക്കത്തില്ല. എന്റെ തൊണ്ടേന്ന് ഇറങ്ങത്തുമില്ല. എനിക്ക് ഉരുളക്കിഴങ്ങ് മാത്രം മതി. ഉരുളക്കിഴങ്ങിന്റെ മുമ്പില് എന്ത് പാവക്ക, ചീര, വെണ്ടക്ക, ഉരുളക്കിഴങ്ങ് കറിയെ വെല്ലാനായിട്ട് ഇവിടെ വേറെ കറിയുണ്ടോ? സത്യാണ് മോൻ പറഞ്ഞത്. ഉരുളക്കിഴങ്ങ് കറിയുടെ സ്വാദ് വേറെ എന്തിനു കിട്ടുവോ? അച്ഛൻ ജീവനോടെ ഇരുന്നപ്പോഴും ഉരുളക്കിഴങ്ങ് കറി തന്നെ കഴിക്കൂ. കത്തിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് വെച്ചു കൊടുത്തു. ചിറ്റപ്പൻ അതിന്റെ കൂട്ടത്തിൽ കോളിഫ്ലവർ വെച്ചു. ആത്മാവായിട്ട് അദ്ദേഹം വന്നു, എനിക്ക് ഉരുളക്കിഴങ്ങ് മതിന്ന്. പിന്നെ അതിന്ന് ആ കോളിഫ്ലവർ എടുത്ത് മാറ്റി. അതെ, അന്നുണ്ടായിരുന്ന പാചകക്കാരൻ ഒരുപാട് പേടിച്ച് ഞാൻ ആത്മാവിനോട് പറഞ്ഞു, ഇനി ഉരുളക്കിഴങ്ങേ തരൂ എന്ന് പറഞ്ഞാൽ കത്തിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ആത്മാവ് എഴുന്നേറ്റ് വന്നിട്ട് ഉരുളക്കിഴങ്ങ് മതിയെന്ന് പറഞ്ഞോ? എന്തൊക്കെയാ അമ്മ? അത് കഴിഞ്ഞ് നിങ്ങള് മൂന്നുപേര് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവൂല. പാചകക്കാരൻ പേടിച്ചു. അതിനുശേഷം ഒരു കറിയും ഉരുളക്കിഴങ്ങ് ഇട്ടുണ്ടാക്കിയില്ല, ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചുണ്ടാക്കി. കണ്ടോ, നിങ്ങൾക്കും അതേ ശീലമാണ്. നിങ്ങൾ മൂന്നുപേർക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടം, എനിക്കും അച്ഛനും ഉരുളക്കിഴങ്ങാണ് ഇഷ്ടം. സുധാ, മധു, സുമൻ മൂന്നുപേരും അടുക്കളയിലോട്ട് പോകും. എന്തൊക്കെയോ അവിടെ ചെന്ന് പറയാൻ തുടങ്ങും. ഉരുളക്കിഴങ്ങ് കഴിച്ച് മൂന്നുപേരും ഉരുളക്കിഴങ്ങ് പോലെ ആയി. നമ്മുടെ കൂടെയൊക്കെ നടക്കുമ്പോ ഗർഭിണികളെ പോലെ തോന്നാറുണ്ട് എനിക്ക്. ഉരുളക്കിഴങ്ങ് കഴിച്ചു കഴിച്ച് വയറ് ചാടിയില്ലേ? അമ്മയച്ഛന് നല്ല വണ്ണം ഉണ്ടായിരുന്നല്ലോ. ഫോട്ടോയില് വയറ് മാത്രമേ കാണുള്ളൂ. അമ്മായിയമ്മയ്ക്ക് നല്ല ഭാരം കൂടിയിട്ടുണ്ടല്ലോ. ഇവര് കാരണം നമുക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കേണ്ടി വരുമല്ലേ? നമുക്കാണെങ്കിൽ മടി പിടിക്കും. ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയില്ല, ഇനി എന്തുണ്ടാക്കാനാന്നോർത്ത്. നമുക്കെന്തായാലും ഇവരുടെ ഈ ഉരുളക്കിഴങ്ങ് ശീലം ഉണ്ടല്ലോ, അതങ്ങ് എങ്ങനെയും മാറ്റിയേ പറ്റുള്ളൂ. പിള്ളേർക്ക് പോലും നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല, എപ്പോ നോക്കിയാലും ഉരുളക്കിഴങ്ങ്. അതേന്ന് ചേട്ടത്തി, ഉരുളക്കിഴങ്ങ് തന്നെ പിള്ളേർക്ക് ഇപ്പൊ ശീലമായി. നമ്മുടെ പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഉരുളക്കിഴങ്ങ് മാത്രം മതി. എനിക്ക് തോന്നുന്നു ഇവർക്കൊരു കൊട്ട നിറച്ച് ഉരുളക്കിഴങ്ങ് കൊടുത്താലേ അവിടെ ഇരുന്ന് നിന്നോണ്ടിരിക്കും. അതേ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താ? ഇങ്ങോട്ട് വാ. മൂന്ന് പേരും കൂടെ നല്ലൊരു ഐഡിയ ഉണ്ടാക്കി ഒരു തൂക്കുപാത്രത്തിൽ ഉരുളക്കിഴങ്ങ് കറി ഡൈനിങ് ടേബിളിൽ വെച്ചു കൊടുത്തു. തൂക്കുപാത്രത്തിൽ ഉരുളക്കിഴങ്ങ് കറി കണ്ട് ഞെട്ടിപ്പോയവർ, മോനെ, ഈ തൂക്കുപാത്രത്തിലിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കറി അമ്മൂമ്മയും അച്ഛനും കൊച്ചച്ഛനും ഒക്കെ കഴിക്കും. കുറച്ച് നിങ്ങൾ അതിൽ നിന്ന് എടുത്ത് കഴിച്ചോണേ. അല്ല, നിങ്ങൾ ഇതെന്താ പറയണത്? ഇത് കൊറേ കറിയുണ്ടല്ലോ. ഇത് 50 പേർക്ക് കഴിക്കാനുണ്ട് മോളെ. അമ്മ, ഞങ്ങൾക്കൊരു ബെറ്റുണ്ട്. ഒരു ദിവസത്തില് ഒരു തൂക്കുപാത്രം നിറച്ച് ഉരുളക്കിഴങ്ങ് കറി തരും. അത് ഒരു ദിവസം 3 നേരമായിട്ട് നിങ്ങൾ കഴിച്ചു തീർക്കണം. ഇതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാക്കൂല. തൂക്കുപാത്രം നിറച്ച് ഉരുളക്കിഴങ്ങ് കറി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരം നിങ്ങൾ കഴിക്കേണ്ടി വരും. അതാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഉരുളക്കിഴങ്ങ് കറി നല്ല സ്വാദായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് തൂക്കുപാത്രത്തിൽ തന്നവരെ ഞങ്ങൾ കഴിക്കും. ചേട്ടൻ പറഞ്ഞത് സത്യ. ഉരുളക്കിഴങ്ങ് കറിയാണെങ്കിൽ ഞങ്ങൾക്ക് എത്ര വേണം തന്നോളൂ, ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ കഴിക്കും. വാ തുടങ്ങാം. ഒരു ദിവസം കൊണ്ട് നമുക്കിത് തീർക്കാന്നേ. 3 പേർക്കും സന്തോഷമായി. അവര് കരുതിയത് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ ഇത്, അതുകൊണ്ട് തന്നെ നല്ല സ്വാദോടെ അത് കഴിക്കാലോ. ആദ്യത്തെ ദിവസം തൂക്കുപാത്രം എങ്ങനെയൊക്കെ തീർന്നു. അടുത്ത ദിവസമായപ്പോൾ ഒരു തൂക്കുപാത്രം നിറച്ച് ഉരുളക്കിഴങ്ങ് കറി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അമ്മയമ്മ, ഭർത്താക്കന്മാരും മക്കളുടെയൊക്കെ മുഖം ഒന്ന് കാണണമായിരുന്നു. അമ്മ, ഇതെന്താ ഇന്നും ഉരുളക്കിഴങ്ങ് കറി കഴിക്കണോ? ഞങ്ങക്ക് പറ്റൂല അമ്മ. അമ്മ, എനിക്ക് മാഗി വേണം. അമ്മ, എനിക്ക് ഉരുളക്കിഴങ്ങ് വേണ്ട, അത് കഴിക്കാൻ തോന്നുന്നില്ല. എനിക്ക് ഉരുളക്കിഴങ്ങ് വേണ്ട, എനിക്ക് പിസ്സ മതി. മോളെ, നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൂടായിരുന്നോ? ദിവസം മുഴുവൻ ഉരുളക്കിഴങ്ങ് കഴിച്ച് ഗ്യാസ് കയറി. അമ്മ, ബെറ്റ് അനുസരിച്ച് 3 നേരവും ഉരുളക്കിഴങ്ങ് കറി കഴിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ പറയണത് കേൾക്കേണ്ടി വരും. ഞങ്ങൾ ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണമാണോ അത് കഴിക്കേണ്ടി വരും. ഞങ്ങൾ 3 പേരും കഴിക്കട്ടെ. ഇതൊക്കെ തീർക്കാവുന്നല്ലേ? ഇല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്നതൊക്കെ നമ്മൾ കഴിക്കേണ്ടി വരുവടേ. അനിൽ, സുനിൽ, സുശീൽ അവരാ ബെറ്റ് ജയിക്കാൻ തീരുമാനിച്ചു. അവര് ഉരുളക്കിഴങ്ങ് കറി കഴിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം ഒന്നെടുത്തു, പിന്നെ ഒന്നെടുത്തു, പിന്നെയും ഒന്നെടുത്തു. തൂക്കുപാത്രത്തിന്റെ അളവ് കണ്ടപ്പോ അവര് വിചാരിച്ചു ഇത് തീരുമെന്ന്. പക്ഷെ പയ്യെ പയ്യെ അവർക്ക് മടുപ്പായി. ഉച്ചയായപ്പോഴേക്കും തൂക്കുപാത്രത്തിൽ അരക്കറിയോളം തീർന്നു. അമ്മായിയമ്മയും പിള്ളേരും ഒക്കെ നിർത്തിയിട്ട് പോന്നു. അവരുണ്ടാക്കുന്ന ഭക്ഷണം
കഴിക്കാനായിട്ട് തീരുമാനിച്ചു. ഇനി 3 ഭർത്താക്കന്മാരും കൂടെ തോറ്റു തന്നാ മതി. അടുത്ത കുറച്ച് ദിവസങ്ങൾ അനിൽ, സുനിൽ, സുശീൽ തൂക്കുപാത്രം നിറച്ച് ഉരുളക്കിഴങ്ങ് കറി തന്നെ കഴിച്ചു. പക്ഷെ ആഴ്ചയിലെ അവസാന ദിവസം അവര് തോൽക്കാൻ തന്നെ സമ്മതിച്ചു. അതെ, എനിക്ക് പറ്റുന്നില്ല. എന്റെ വയറൊക്കെ കൂടെ തറഞ്ഞു. ഈ ഉരുളക്കിഴങ്ങ് കാണുന്നത് തന്നെ ഇപ്പൊ വെറുപ്പായല്ലോ. എനിക്കിപ്പോ വിശപ്പൊന്നുമില്ല. ഉരുളക്കിഴങ്ങിന്റെ ഫാക്ടറി ജോലി ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. എനിക്ക് ഇനി ഇത് കഴിക്കാൻ വയ്യ. എനിക്ക് ഉരുളക്കിഴങ്ങ് വേണമെന്ന് ഞാൻ ഒരിക്കലും ഇവിടെ പറയത്തില്ല. എന്തു പറ്റി? നിങ്ങളല്ലേ പറഞ്ഞ തൂക്കുപാത്രത്തിൽ നിറച്ചു തന്നാലും ഞങ്ങൾ കഴിക്കുന്നു. ഇപ്പൊ എന്തു പറ്റി? ഇതെന്താ? ഇനിയും അതില് കറി ഉണ്ടല്ലോ. ഒന്നിലേ തോറ്റതാ, അല്ലെങ്കിൽ പിന്നെ കഴിക്ക്. ഒരാഴ്ച ആയതേ ഉള്ളൂ. നിങ്ങള് പറഞ്ഞത് എത്ര ആഴ്ച വേണമെങ്കിലും ഞങ്ങള് കഴിച്ചോളാന്ന്. ഇനിയും അതില് പാതിക്കറി ഉണ്ട്. തീർക്കങ്ങോട്ട്. ഇല്ല. സുനില് വേണ്ടാന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടമായി. അവര് തോറ്റെന്ന് അവർക്ക് തന്നെ അങ്ങോട്ട് മനസ്സിലായി. തൂക്കുപാത്രത്തിൽ നിറച്ച് ഉരുളക്കിഴങ്ങ് കഴിക്കുക എന്നുള്ളത് അത്ര എളുപ്പ കാര്യമല്ല എന്ന്. സുധാ, മധു, സുമൻ, ഞങ്ങൾ തോറ്റു. ഞങ്ങളെ കൊണ്ട് ഇക്കറി കഴിക്കാൻ ഇനി പറ്റില്ല. ഞങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണ്ട. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇനി മുതൽ നിങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം കഴിച്ചോളാം. ഇലക്കറി, വെണ്ടക്ക, പാവക്ക എന്ത് വേണേ ഉണ്ടാക്കിക്കോളൂ. ഞങ്ങളത് കഴിച്ചോളാം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരട്ടെ, ഇനി ആരെങ്കിലും എന്നെ ഉരുളക്കിഴങ്ങ് തീറ്റിക്കാനായിട്ട് നോക്കിയാൽ തന്നെ ഞാൻ ഓടിപ്പോയി അടുക്കളയിൽ എനിക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തന്നെ കഴിച്ചോളാം. എന്നാൽ ഉരുളക്കിഴങ്ങ് വേണ്ട. അയ്യോ, വേണ്ട. ഇത്രയും ഉരുളക്കിഴങ്ങ് കഴിക്കണമെന്ന് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞോ നിങ്ങളോട്? തീ കത്തിച്ച സമയത്ത് ഉരുളക്കിഴങ്ങും പരിപ്പും പപ്പടവും ഒക്കെ വെച്ചിരുന്നു. 3 മക്കളും അമ്മയെ നോക്കി നിന്നു. 3 മരുമക്കളും ചിരിക്കാൻ അങ്ങ് തുടങ്ങി. അടുത്ത ദിവസം തൊട്ട് 3 മരുമക്കളും ഉണ്ടാക്കിയതാണ് ബാക്കി എല്ലാവരും കഴിച്ചത്. വെയിറ്റർ, എനിക്ക് സ്പൈസി ചില്ലി പൊട്ടറ്റോ 2 ഫുള്ളും പിന്നെ കൂൾ ഡ്രിങ്ക്സും എടുത്തോളൂ. വേണ്ട അഞ്ജന, എനിക്ക് ഫുൾ പ്ലേറ്റ് ഒന്നും വേണ്ട. എനിക്ക് ഹാഫ് ചില്ലി പൊട്ടറ്റോ പറഞ്ഞാ മതി, അതും ഹണി ഇട്ടത്. എടി, ആ 2 പ്ലേറ്റും ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞതാ. നീ നിനക്ക് ഓർഡർ ചെയ്തോ? നീ 2 പ്ലേറ്റ് ഒറ്റയ്ക്ക് കഴിക്കുമോ? പിന്നെ അല്ലാതെ. നിനക്കറിയില്ലേ എനിക്ക് ചില്ലി പൊട്ടറ്റോ എത്ര ഇഷ്ടമാണെന്ന്? നന്നായിട്ടറിയാം. പിന്നെ ഇതും അറിയാം, ഇന്നലെ നീ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും 2 നേരവും വീട്ടിൽ നിന്റെ ഫേവറേറ്റ് ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കിയാ കഴിച്ചതെന്ന്. പുറത്തു വന്നിട്ടും നീ ഇത് തന്നെ കഴിക്കുന്നോ? ആണെങ്കി അതിനിപ്പെന്താ? നീ സംസാരം നിർത്തിയിട്ട് നിനക്കെന്തെങ്കിലും ഓർഡർ ചെയ്. ചില്ലി പൊട്ടറ്റോ കഴിച്ച് അഞ്ജന അവളുടെ വീട്ടിലെത്തി. അഞ്ജന ഗ്രാജുവേഷൻ കഴിഞ്ഞതേയുള്ളൂ. അവൾ അവളുടെ കോളേജിൽ പഠിക്കുന്ന നമിത് എന്നൊരു പയ്യനുമായി ഇഷ്ടത്തിലായിരുന്നു. കോളേജ് കഴിഞ്ഞ് നമിത് ഒരു MNC കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അഞ്ജനയ്ക്ക് ഭക്ഷണം വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. കഴിച്ചു കഴിഞ്ഞ് അവൾ അടുത്ത ദിവസങ്ങളിൽ ഉറപ്പായും ചില്ലി പൊട്ടറ്റോയും ഉണ്ടാക്കും. ഒരിക്കൽ അഞ്ജന നമിത്തിനെ വിളിച്ചപ്പോൾ ഫോൺ വേറെ ആരോ എടുത്തു. നമിത്, നീ എവിടെയാ? എപ്പോൾ വരും? എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുവാ? ഞാൻ നമിത്തിന്റെ കൂട്ടുകാരനാ. നിങ്ങൾ വേഗം വീട്ടിലോട്ട് വാ. അവന് ആക്സിഡന്റ് ആയി. എന്താ നിങ്ങളീ പറയുന്നത്? അവന് കുഴപ്പമില്ലല്ലോ, ഞാൻ ഇപ്പോ വരാം. അഞ്ജന വേഗം നമിത്തിന്റെ വീട്ടിലെത്തി. അവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു. നമിത് നീ എവിടെയാ? പെട്ടെന്ന് ലൈറ്റ് ഓണായി. അവൾക്ക് നേരെ പൂക്കളും വീണു. അഞ്ജന നോക്കുമ്പോൾ വീട് മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു. അവളുടെ മുൻപിൽ ഒരു വലിയ കേക്കുമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. എന്റെ സർപ്രൈസ് എങ്ങനെയുണ്ട്? നിനക്ക് വട്ടാണോ നമിത്? ഞാൻ എത്ര പേടിച്ചെന്നറിയാമോ? ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു. അപ്പോൾ നമിത്തിന്റെ അമ്മയും സഹോദരിയും അങ്ങോട്ട് വന്നു. നീ പറഞ്ഞത് ശരിയാ മോളെ. ഇവന് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കരുത്. ആന്റി, നിങ്ങൾ? ആന്റി എന്നല്ല, അമ്മയെന്ന് വിളിക്കേണ്ട സമയമായി. കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആലോചനയുമായി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇത് കേട്ട് അഞ്ജന നാണിക്കാൻ തുടങ്ങി. അവളങ്ങനെ കേക്കും കട്ട് ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ 2 കുടുംബങ്ങളും കണ്ടുമുട്ടി എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. അഞ്ജന തന്റെ ഭർത്താവിന്റെ വീട്ടിലും വന്നു. അവിടെ അമ്മായിയമ്മ ലത ആരതിയും ഒഴിഞ്ഞു. മോളെ, ഇന്നത്തെ ചടങ്ങിൽ നീ ഒരുപാട് ക്ഷീണിച്ചു കാണും. നീ ഇപ്പോൾ പോയി വിശ്രമിക്ക്. നാളെ നിനക്ക് ആദ്യമായി അടുക്കളയിൽ കയറാനുള്ളതല്ലേ? ശരിയമ്മേ. അഞ്ജന രാവിലെ തന്നെ എഴുന്നേറ്റ് ചടങ്ങിനായി തയ്യാറായി. അപ്പോൾ അമ്മായിയമ്മ സുമിത്ര അവിടേക്ക് വന്നു. അമ്മേ, ഞാൻ ആദ്യമായിട്ട് എന്താ ഉണ്ടാക്കേണ്ടത്? മോളെ, നിനക്ക് എന്തിഷ്ടമാണോ അത് ഉണ്ടാക്കിക്കോ. എന്തായാലും ഞങ്ങൾ കഴിക്കും. ശരിയമ്മേ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനം കഴിച്ചാൽ നിങ്ങളുടെ വായിൽ നിന്നും വെള്ളമൂറും. പുതുമരുമകൾ അടുക്കളയിൽ കയറി തന്റെ ആദ്യ അടുക്കളയിൽ എന്തുണ്ടാക്കിയെന്നാൽ എന്താണോ അവൾക്കിഷ്ടം, അതായത് എരിവുള്ള ചില്ലി പൊട്ടറ്റോ. അയ്യോ, എന്റെ വായിൽ നിന്ന് തന്നെ വെള്ളമൊഴുകുന്നു ഈ ചില്ലി പൊട്ടറ്റോ കണ്ടിട്ട്. കല്യാണത്തിന്റെ തിരക്കിനിടയ്ക്ക് 4-5 ദിവസമായിട്ട് കഴിക്കാനേ പറ്റിയിട്ടില്ല. എരിവ് കഴിക്കാത്തോണ്ട് പ്രശ്നമായി പോയി. ഇപ്പോൾ അമ്മയുടെ അനുവാദം കിട്ടിയിട്ടുണ്ടല്ലോ, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം. അങ്ങനെ അഞ്ജന വേഗം കടായിൽ എണ്ണ ചൂടാക്കി. അതിൽ ഉരുളക്കിഴങ്ങ് വെട്ടിയിട്ട് ഫ്രൈ ചെയ്തു. അവൾക്ക് നന്നായി ഉണ്ടാക്കാൻ അറിയാവുന്ന എരിവുള്ള
ചില്ലി പൊട്ടറ്റോ തയ്യാറാക്കി. ഇപ്പോൾ കാണാം എന്റെ ചില്ലി പൊട്ടറ്റോ കഴിച്ചിട്ട് വായിൽ നിന്നും വെള്ളം ഒഴുകുന്നത്. ഓ, അത് ഓർത്തിട്ട് തന്നെ എന്റെ വായിൽ നിന്നും വെള്ളം വരുന്നു. വേഗം പോയി എല്ലാവരുടെയും ഒപ്പം പോയിരുന്ന് കഴിക്കാം. ആദ്യം അമ്മയ്ക്കൊന്ന് പോയി കൊടുക്കാം. പുതുമരുമകൾ വേഗം തന്നെ ഡൈനിങ് ടേബിളിൽ എല്ലാവർക്കും ചില്ലി പൊട്ടറ്റോ വിളമ്പി. കഴിക്കമ്മേ, കഴിക്കുന്നേ. ആ ശരി മോളെ, ഇത് നല്ല ചൂടുണ്ട്, പുകയൊക്കെ വരുന്നു. ഇതെന്താ ഇങ്ങനെ? നീ എന്താ ഇങ്ങനെ ഉണ്ടാക്കിയത്? അമ്മ, ഇത് ചില്ലി പൊട്ടറ്റോയാ. അല്ലേ ചേച്ചി, എനിക്കും ഇത് ഒരുപാട് ഇഷ്ടമാ. ആഹാ, എനിക്ക് കഴിക്കാനായി ഒരു കൂട്ട് കിട്ടി. കഴിക്കൂ, എല്ലാവരും കഴിക്കുന്നേ. ആ, എന്നാൽ നീയും വന്നിരിക്കേ, ഞങ്ങളുടെ ഒപ്പം കഴിക്കേ. നമിത് എപ്പോൾ ആ ചില്ലി പൊട്ടറ്റോ കുറച്ചെടുത്ത് കഴിച്ചോ, അവന്റെ വായിൽ നിന്നും പുക വരാൻ തുടങ്ങി. ഓഹോ, അയ്യോ, ഇവന്റെ അച്ഛൻ പോയിട്ട് ഇത്രയും വർഷമായിട്ടും ഇപ്പോഴും അവന്റെ അച്ഛനെക്കുറിച്ച് അവന് ചിന്തയുണ്ട്. അയ്യോ, വെള്ളം തായോ, എന്റെ വാ കത്തുന്ന്. ഇതിലെന്താ മുളക് പൊടിയുടെ പാട്ട വല്ലതും വീണോ? ഓ എന്റെ ദൈവമേ, എന്തൊരു എരിവാ ഇതിന്. ഞങ്ങളെയൊക്കെ എരിയിച്ചു കൊല്ലാനുള്ള പണിയാണോ മോളെ? ഞാൻ എന്റെ ചെറുപ്പത്തിൽ പോലും ഇത്രയും എരിവ് കഴിച്ചിട്ടില്ല. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കഴിക്കേണ്ടി വന്നു. എന്നാൽ അവർ അഞ്ജനെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അവൾ ഒരു കുലുക്കവുമില്ലാതെ ആ എരിവെല്ലാം കഴിച്ചു. ഇത്രയുള്ളൂ നിങ്ങൾ? ചില്ലി പൊട്ടറ്റോയിൽ ചില്ലി ഇട്ടില്ലെങ്കിൽ പിന്നെങ്ങനെ അത് ചില്ലി പൊട്ടറ്റോയാകും? പറ. ചേച്ചി ഉണ്ടാക്കിയതൊക്കെ കൊള്ളാം, പക്ഷേ കുറച്ച് എരിവ് കൂടുതലാ. അതേ മോളെ, ഭക്ഷണം എനിക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത്രയും എരിവൊന്നും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുക. ഹാ, എനിക്കും ചെയ്തോ മോനെ. നിങ്ങൾ ആരും ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അഞ്ജന വളരെ സന്തോഷത്തിൽ ചില്ലി പൊട്ടറ്റോ കഴിച്ചു. അങ്ങനെ അവൾ എല്ലാ ദിവസവും ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ മുൻപത്തേക്കാൾ എരിവ് കുറച്ചിട്ടു. എന്നാൽ ദിവസവും ചില്ലി പൊട്ടറ്റോ കഴിച്ച് നമിത് പറഞ്ഞു, ഇങ്ങനെ ദിവസവും ദിവസവും ചില്ലിപ്പൊട്ടറ്റോ കഴിക്കരുത്. നിങ്ങളും ഇനി കഴിക്കാൻ നിൽക്കണ്ട, ജീവനും ആരോഗ്യത്തിനും നല്ലതല്ല അത്. എന്താ മോനെ, ഇത് ഉരുളക്കിഴങ്ങല്ലേ? നീ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട. മോളെ, നീ ഇവന് വേണ്ടി സാധാരണ ഭക്ഷണം ഉണ്ടാക്ക്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ അവർക്ക് മൂന്നുപേർക്കും അടുത്തില്ല. ഒരു രാത്രി സുമിത്രയ്ക്ക് പെട്ടെന്ന് തല കറങ്ങുന്നതായി തോന്നി. അവർ മയങ്ങി വീഴുകയും ചെയ്തു. അവരെ വേഗം ഹോസ്പിറ്റലിലും എത്തിച്ചു. ഇവർ നാളുകളായി ഉരുളക്കിഴങ്ങ് മാത്രമാണല്ലേ കഴിക്കുന്നത്, അതും എരിവുള്ളത്. അത് കാരണം ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ട്. അതിന്റെ കൂടെ ടെസ്റ്റിലൂടെ മനസ്സിലായി ഇവർക്ക് ഷുഗറുമുണ്ട്. ഇനിയും ദിവസങ്ങളോളം ഇങ്ങനെ തന്നെ കഴിച്ചാൽ എന്താകുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അഞ്ജനെ നോക്ക്, നീ കാരണം ഇന്ന് എന്റെ അമ്മയുടെ ജീവൻ തന്നെ ആപത്തില്ല. അതുകൊണ്ടാണ് ദിവസവും അത് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത്. അഞ്ജനയ്ക്ക് തന്റെ തെറ്റപ്പോൾ മനസ്സിലായി. അവൾ ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കുന്നത് അന്ന് തന്നെ നിർത്തി. അന്നു മുതൽ അവളും ഹെൽത്തി ആഹാരം കഴിച്ചു. തന്റെ കുടുംബത്തിനും അവൾ ഹെൽത്തി ഭക്ഷണം കൊടുത്തു. Thanks for watching.